ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് അഡിനോമയോസിസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി എൻഡോമെട്രിയോസിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, എൻഡോമെട്രിയൽ ടിഷ്യൂസ് പല അതായത് റീപ്രൊഡക്റ്റീവ് ഏരിയാസിൽ, അത് റീപ്രൊഡക്റ്റീവ് അല്ലാത്ത ഏരിയാസിലും എൻഡോമെട്രിയൽ ടിഷ്യൂസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് അഡിനോമയോസിസ്. എന്താണ് അഡിനോമയോസിസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ യൂട്രസിന്റെ ലെയേഴ്സിലുള്ള മസ്കുലർ ഉണ്ടല്ലോ, മസ്കുലർ ഏരിയ അല്ലെങ്കിൽ മസിൽസ് എന്ന് നമ്മൾ പറയും, മസിൽസ്. അപ്പോൾ ഈ മസിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന അതായത് മസിൽസിലെ എൻഡോമെട്രിയത്തിന്റെ സെല്ല് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അഡിനോമയോസിസ് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ അല്ല, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഒരു ഭാഗ്യത്തിന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് അഡിനോമയോസിസ്. എൻഡോമെട്രിയോസിസ് ഒക്കെ ആണെങ്കിൽ മിനിമം ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ OBG പ്ലേലിസ്റ്റിനകത്ത് കാണും. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ബാക്കി ഒത്തിരി കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. OBG റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയും ഗ്രാജുവലി അടുത്തടുത്ത കണ്ടീഷനിലോട്ട് പോവാം. സോ ഒരു അഡിനോമയോസിസ് ഒത്തിരി വേൾഡിൽ തന്നെ ഒത്തിരി വുമൻസിനെ കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പം എൻഡോമെട്രിയോസിസിൽ നിന്നൊരു വ്യത്യാസം നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് പറയാം, ഏജ് അല്ലെ. ഏജിന്റെ ഫാക്ടറിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് നമുക്ക് പോകെ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ definition: a gynecological condition characterized by the abnormal growth of endometrial tissue into the muscular wall of the uterus. അതായത് എന്താണ് മയോമെട്രി? മനസ്സിലായല്ലോ, എവിടെയാണ്? മയോമെട്രിയത്തിലാണ് എഫക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ലെയേഴ്സ് ഓഫ് യൂട്രസ് എടുക്കുകയാണെങ്കിൽ എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം അങ്ങനെയാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മസിൽസ്, അതായത് ഒത്തിരി സ്മൂത്ത് മസിലുകളും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഒത്തിരി മസിൽസും ബ്ലഡ് സപ്ലൈയും ഒക്കെ ഉള്ള, അതായത് നമ്മുടെ ആ യൂട്രസിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് മയോമെട്രിയം. ഈ മയോമെട്രിയത്തിനെ ആര് എഫക്ട് ചെയ്യുന്നു? ആ മയോമെട്രിയത്തിന്റെ ഉള്ളിൽ എൻഡോമെട്രിയൽ ടിഷ്യൂസിന്റെ ഗ്രോത്ത് ആണ് എന്തിന് കാരണമാവുന്നത്? അഡിനോമയോസിസിന് കാരണമാകുന്നത്. ഇനി ഇതിന്റെ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം എൻഡോമെട്രിയോസിസ് പോലെ ഒത്തിരി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും കാര്യങ്ങളൊന്നും ഇതിനില്ല. എങ്കിൽ പോലും എൻഡോമെട്രിയോസിസിന്റെ ഒരു സിവിയർ ഫോം ആണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് നോക്കി വെച്ചിരുന്നാൽ മതി. സോ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹോർമോണൽ ഫാക്ടേഴ്സ്, എൻഡോമെട്രിയോസിസിന്റെ അതേ ഹോർമോണൽ ഫാക്ടേഴ്സ് തന്നെയാണ്. ഈസ്ട്രോജൻ ഡോമിനൻസും പ്രൊജസ്ട്രോൺ ഇംബാലൻസും ആയിരിക്കും. അപ്പൊ ട്രീറ്റ്മെന്റ് മനസ്സിൽ വന്നിട്ടുണ്ടാവല്ലോ. എൻഡോമെട്രിയോസിസ് കണ്ട ആൾക്ക് എന്തായാലും ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ദെൻ യൂട്രൈൻ ഫാക്ടേഴ്സ്. യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ യൂട്രൈനിൽ എന്തായാലും ട്രോമ, അതായത് ഇപ്പൊ ഒരു ബേബി ബർത്ത് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ആണെങ്കിൽ പോലും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ യൂട്രൈൻ അനോമലീസ്. എന്താണ് യൂട്രൈൻ അനോമലീസ്? നമ്മൾ ഒത്തിരി ഓരോ അനാട്ടമിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അനാട്ടമിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ നമ്മൾ യൂട്രസിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിലിപ്പം സെപ്റ്റേറ്റ് യൂട്രസ്, അത് നമുക്ക് എടുക്കാം. പിന്നെ ജനറ്റിക്കൽ പ്രീഡിസ്പോസിഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഫാമിലി ഹിസ്റ്ററി ഓഫ് അഡിനോമയോസിസ് കൂടുതലും എന്തായിരിക്കും? അടുത്തുള്ള നമ്മുടെ ഫസ്റ്റ് റിലേറ്റീവ്സ് ആയിരിക്കും വരിക, മദർ അല്ലെങ്കിൽ സിസ്റ്റർ, അങ്ങനെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക, ഡോട്ടർ ഒക്കെ. പിന്നെ ജനറ്റിക് മ്യൂട്ടേഷൻ, environmental factors like exposure to endocrine disrupting chemicals, disrupting ആയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് ആയിട്ടുള്ള എക്സ്പോഷർ. സ്ട്രെസ്സും ഒരു എൻവയോൺമെന്റൽ ഫാക്ടർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ഫാക്ടേഴ്സിലും അല്ലെങ്കിൽ അതർ ഫാക്ടേഴ്സിലും ആണെങ്കിലും നമുക്ക് സ്ട്രെസ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതർ ഫാക്ടേഴ്സ്. ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഏജിന് ഒരു ഡിഫറൻസ് ഉണ്ടാകുമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഉണ്ടാകാം, പക്ഷെ മെയിൻലി കാണുന്നത് 30s and 40s ആണെന്നാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? കോമൺ ഇൻ വുമൺ ഓവർ 40 ആണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഒബേസിറ്റി, പ്രീവിയസ് ആയിട്ടുള്ള യൂട്രൈൻ സർജറീസ്, സിസേറിയൻ സെക്ഷൻ, മയോമെക്ടമി ഒക്കെ ചെയ്തിട്ടുള്ള പേഷ്യന്റിനൊക്കെ ഇത് എറ്റിയോളജിയാണ്, ലൈക്ക് കോസസ് ഉണ്ടാകാനുള്ള ചാൻസ് ആണ് പറയുന്നത്. അതിന് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കൂടുതലും അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണിക്കുന്ന സിംറ്റംസ് ആണ് കൂടുതലും കാണുന്നത്. മെനറോജിയ, മെട്രോജിയ ആൻഡ് ഡിസ്മെനോറിയ.
ഓക്കെ, എന്തൊക്കെയാണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ടേമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് OBG പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ടേമുകളാണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള വേർഡുകളാണ് ഇത് കേട്ടോ. പിന്നെ പെൽവിക് സിംറ്റംസ് ലൈക്ക് പെൽവിക് പെയിൻ, ഡിസ്കംഫർട്ട്, പെൽവിക് പ്രഷർ, ഹെവിനെസ്, ലോവർ അബ്ഡോമിനൽ പെയിൻ. അപ്പം ഇതിപ്പോൾ എളുപ്പമായല്ലോ. മെൻസ്ട്രൽ സിംറ്റംസ് പറഞ്ഞു, പെൽവിക് സിംറ്റംസ് പറഞ്ഞു. Then other symptoms, bloating and swelling. Already നമ്മൾ endometriosis ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Fatigue, frequent urination, physical examination findings like uterine enlargement ഉണ്ടായിരിക്കും, uterine tenderness ഉണ്ടാവും, abnormal uterine shape അല്ലെങ്കിൽ contour ഉണ്ടാവും. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ endometrial tissues മയോമെട്രിയത്തിനെ എഫക്ട് ചെയ്യുന്നു, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ endometrium നമ്മൾ പഠിച്ചല്ലോ, അതുപോലെ എന്തും ഇവിടെയും ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഇല്ലേ. അതുകൊണ്ടാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഹെവി ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് ഉണ്ട്. അസോസിയേറ്റഡ് സിംറ്റംസ് ലൈക്ക് എന്തൊക്കെ വരാം, ഇൻഫെർട്ടിലിറ്റി വരാം, ഡിസ്പെറോണി ഉണ്ടാകാം, ബവൽ ഓർ യൂറിനറി സിംറ്റംസ് ഉണ്ടാകാം. അതെല്ലാം സിവിയർ കേസസിലാണ് എന്തെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്ങിനും അതുപോലെ തന്നെ പെയിൻഫുൾ മെൻസ്ട്രൽ ക്രാമ്പിനുമാണ് കേട്ടോ. അതായത് മെൻസ്ട്രൽ സിംറ്റംസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ പറ്റുന്നത് നിങ്ങൾ എൻഡോമെട്രിയോസിസും അഡിനോമൈസിസും കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പഠിക്കാനും എളുപ്പം. അപ്പോൾ ഇനി നമുക്ക് പാത്തോഫിസിയോളജി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്ലി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻഡോമെട്രിയൽ ടിഷ്യൂസിൽ ഇൻവേർഷൻ നടക്കുന്നു, എന്നിട്ട് അതെന്തിലേക്ക് മയോമെട്രിയത്തിലേക്ക് പോകുന്നു. അപ്പം അവിടെ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈസ്ട്രോജൻ, അതായത് ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാകും. ക്വൈറ്റ് നാച്ചുറൽ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ എന്താണ് ഈസ്ട്രജൻ്റെ ഡോമിനൻസും പ്രൊജസ്ട്രോണിൻ്റെ റെസിസ്റ്റൻസും ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈസ്ട്രജൻ്റെ ഡോമിനൻസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടിഷ്യൂസിന് ഒത്തിരി ഗ്രോത്ത് കിട്ടും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് എപ്പോഴും പറയാത്തത്. ഈസ്ട്രജൻ്റെ ഡോമിനൻസ് വരുമ്പോൾ ടിഷ്യൂസിൻ്റെ പ്രോളിഫറേഷൻ നടക്കുകയും കൂടുതൽ ഇൻവേർഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു, പ്രൊജസ്ട്രോണിൻ്റെ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. Endometrial become resistant to progesterone and leading to the continued growth and proliferation. Estrogen dominance വരികയും അതിൻ്റെ ഗ്രോത്ത് കൂടുതലാകുമ്പോൾ പിന്നെ ഇവർ പ്രൊജസ്ട്രോണുമായിട്ട് എന്ത് ചെയ്യത്തില്ല, അതായത് എന്തായത് സിങ്ക് ആയി വരില്ല, ഒരു ബാലൻസ് വരുന്നില്ല. അപ്പോൾ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ പ്രൊജസ്ട്രോൺ ഇല്ലാത്ത പക്ഷം ഇവർ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഗ്രോത്ത് ഇവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇൻഫ്ലമേഷനും എന്താണ് ആൻജിയോജെനിസിസും നടക്കുന്നു. ആൻജിയോജെനിസിസ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ ഒത്തിരി ഇൻഫ്ലമേഷൻ നടക്കും. നമ്മൾ എന്താണ് എൻഡോമെട്രിയോസിസ് പഠിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻവേർട്ടഡ് എൻഡോമെട്രിയൽ ടിഷ്യൂസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസസിനെ ട്രിഗർ ചെയ്യുന്നു, സൈറ്റോകൈൻസിനെ പോലുള്ളതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു, പുതിയ ബ്ലഡ് വെസലുകൾ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ആൻജിയോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ബ്ലഡ് വെസലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ഈസ്ട്രോജൻ്റെ കോമ്പിനേഷനും പിന്നെ പ്രൊജസ്ട്രോൺ അവർക്ക് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടും ഇൻഫ്ലമേഷൻസ് എല്ലാം കൂടെ നടന്ന അവസാനം യൂട്രൈൻ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാകുന്നു. അങ്ങനെ പതുക്കെ ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടും. ആൻഡ് ഓവർ ഗ്രോത്ത് ഓഫ് ദി യൂട്രൈൻ ടിഷ്യൂസ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ല, ഇമേജിങ് സ്റ്റഡീസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നത്. ഷേപ്പിലാണെങ്കിലും അവരുടെ കോണ്ടോറിൽ എല്ലാത്തിലും ഒരു ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണ്, ഈ ഓവർ ഗ്രോത്ത് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ ഡിസ്ട്രപ്ഷൻ ഓഫ് യൂട്രൈൻ ഫംഗ്ഷൻ. അങ്ങനെ പതുക്കെ യൂട്രൈൻ ഫംഗ്ഷൻസിന് ഡിസ്ട്രപ്ഷൻസ്, അതായത് യൂട്രൈൻ ഫംഗ്ഷൻസ് ഉണ്ടാവുന്നില്ല, അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ്, അതായത് അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാകുന്നതാണ് ഇൻഫെർട്ടിലിറ്റിയും പെൽവിക് പെയിനും ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ്ങും ഒക്കെ. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, എൻ്റെ ഒരു ജനറൽ പത്തോഫിസിയോളജി എന്ന് പറയുമ്പോൾ. ദെൻ ഡയഗ്നോസ്റ്റിക് എവാലുവേഷൻ, ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് നമ്മൾ നോക്കും, കാരണം അതിൻ്റെ സൈസും ഷേപ്പിനും ടെക്സ്ചറിനോ ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ MRI നമ്മൾ എടുത്ത് നോക്കും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സലൈൻ ഇൻഫ്യൂഷൻ സോണോഗ്രഫി ചെയ്യും കേട്ടോ. അതായത് ഇപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ടു ഇവാലുവേറ്റ് ദ യൂട്രൈൻ ക്യാവിറ്റി ആൻഡ് ഡിറ്റക്ട് എനി അബ്നോർമാലിറ്റീസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം എന്നില്ല, അപ്പോൾ ഒന്നിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വേറെ അങ്ങനെ ആവാം. അപ്പം സലൈൻ ഇൻഫ്യൂഷൻ സോണോഗ്രഫി നമ്മൾ ചെയ്യും. പിന്നെ എൻഡോമെട്രിയൽ സാമ്പിളിങ് എടുക്കും, അതായത് ബയോപ്സി അല്ലെങ്കിൽ ഡയലറ്റേഷൻ ആൻഡ് ക്യൂററ്റേജ് DNCM നമ്മൾ ചെയ്ത് നോക്കും. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനും ആണ്, എന്നാൽ അതൊരു ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും കൂടെയാണ് കേട്ടോ.
പിന്നെ ലാപ്രോസ്കോപ്പി, ഹിസ്ട്രോസ്കോപ്പി, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഇപ്പം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലീഡിങ് പല കണ്ടീഷൻസ് ഉണ്ട് വരാമല്ലോ. അപ്പോൾ അത് എന്താണ് ഇതിൻ്റെ കാരണം, ഇത് ബേസിക് തിങ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ടെസ്റ്റുകളും കൂടെ ചെയ്ത് നോക്കുന്നത്. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ മാനേജ്മെൻ്റ് ആണ്. നമ്മൾ എൻഡോമെട്രിയോസിസിൻ്റെ പോലെ തന്നെ മാനേജ്മെൻറ്റ് ഓർത്ത് വയ്ക്കുക. ഹോർമോണൽ തെറാപ്പിയാണ് കൊടുക്കുന്നത്. ബർത്ത് കൺട്രോൾ പിൽ, പ്രൊജസ്ട്രോൺ ഓർ GnRH agonist ടു റെഡ്യൂസ് ദി സിംറ്റംസ്. പിന്നെ പെയിൻ മാനേജ്മെൻറ്റ് കൊടുക്കും. NSAIDs അല്ലെങ്കിൽ ഓപ്പിയോയിഡ്സ് ഒക്കെ ആയിരിക്കും. കാരണം ഇവിടുത്തെ സിവിയർ പെയിൻസിന് നമ്മൾ ഓപ്പിയോയിഡ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ട്രാൻസമിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള, ഇവിടെ നമ്മൾ പറഞ്ഞു മെൻസ്ട്രൽ ബ്ലീഡിങ് ഭയങ്കര ഹെവി ആയതുകൊണ്ട് തന്നെ ട്രാൻസമിക് ആസിഡ് ആണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സർജിക്കൽ മാനേജ്മെൻറ്റ്, നമ്മൾ പറഞ്ഞു 40s ഒക്കെ കഴിയുമ്പോഴല്ലേ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ ചിലത് മോസ്റ്റ്ലി ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ ഹിസ്റ്ററക്ടമിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓഫൻ കൺസിഡർ ഫോർ ദ സിവിയർ സിംറ്റംസ് ഓർ ഫെയിൽഡ് മെഡിക്കൽ മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിപ്പം 40s ആയി, അല്ലെങ്കിൽ അവർക്ക് ഇനി ഒരു ബേബി ബർത്തിനൊന്നും ഇതാക്കുന്നില്ല. പിന്നെ കൂടുതൽ ഇപ്പം ഹിസ്റ്ററക്ടമി ഇപ്പോൾ ഒരു ജനറൽ ഒത്തിരി സർജിക്കൽ അതായത് കണ്ടീഷൻ, അതായത് ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി കൂടി വരികയാണ്. അപ്പോൾ ഹിസ്റ്ററക്ടമി ചെയ്യുന്നത് പേഷ്യൻ്റെ ആ ഒരു കംഫർട്ടും കൺസെൻറ്റും വെച്ചിട്ടായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മയോമെക്ടമി ചെയ്യും. യൂട്രൈൻ്റെ ഫൈബ്രോയിഡുകളൊക്കെ എടുത്ത് കളയും. അതുപോലെ തന്നെ വിച്ച് ക്യാൻ ഓൾസോ ഹെൽപ്പ് എലിവേറ്റ് അഡിനോമൈസിസ് സിംറ്റംസിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ എൻഡോമെട്രിയൽ അബ്ലേഷൻ നമ്മൾ ചെയ്യും. അതായത് എൻഡോമെട്രിയൽ ആ ഒരു ലൈനിങ്ങിനെ ഡിസ്ട്രക്ഷൻ നടത്തും, ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ആണ്, ഒരു മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അതായത് അവിടെയായിട്ടുള്ള അതായത് ഈ ബ്ലഡ് വെസലും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫെർദർ ഗ്രോത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ചില മാനേജ്മെൻ്റ് ഉണ്ട്. അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്, ഒരു നോൺ ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. ഒരു സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ട് അഡിനോമാറ്റിക് ടിഷ്യൂസിനെ ഡിസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പ്രൊസീജിയർ ആണ് കേട്ടോ. ഇത് നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചെഴുതിയാൽ മതി. നമ്മൾ ഒത്തിരി ഇപ്പം ഈ ഒരു മാനേജ്മെൻറ്റ് തന്നെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ചും കൂടെ എഴുതണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് തന്നത്. പിന്നെയാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഗൈഡഡ് ഫോക്കസ് അൾട്രാസൗണ്ട്. ഇതിനൊരു ഷോർട്ട് ഫോം ഉണ്ടായിരുന്നു, ഞാനത് റിമൂവ് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഓർത്തിരിക്കില്ല. നോൺ ഇൻവേസീവ് പ്രൊസീജിയർ യൂസിങ് MRI ഗൈഡഡ് സൗണ്ട് വേവ് അല്ലെ. MRI ഇത് ഞാൻ പറഞ്ഞില്ലേ, മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള 2 മാനേജ്മെൻറ്റുകളാണ്. ഒന്ന് സൗണ്ട് വേവ്സ്, അതായത് നോൺ ഇൻവേസീവ് പ്രൊസീജിയറായ സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത അഡിനോമാറ്റിക് ടിഷ്യൂസ്. ഇത് MRIയുടെ സഹായത്തോടു കൂടി സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് അഡിനോമാറ്റിക് ടിഷ്യൂസിനെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രക്ഷൻ ചെയ്യുന്നു. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ് മാനേജ്മെൻ്റ് ആണ് ഡയറ്ററി ചേഞ്ചസുകൾ. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അക്യുപഞ്ചർ ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിൻ നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. ഫസ്റ്റ്ലി എന്താ നമുക്ക് എഴുതാൻ പറ്റുക, ആക്യൂട്ട് പെയിൻ എഴുതാം, ആക്ടിവിറ്റി ഇൻടോളറൻസ് എഴുതാം. പിന്നെ ഹെവി ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ് ഹൈപ്പോവോളീമിയ എഴുതാം. ആൻസൈറ്റി ഉണ്ടാകാം, നോളജ് ഡെഫിസിറ്റ്, ഡിസ്റ്റർബ്ഡ് ബോഡി ഇമേജ് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാകും. ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് എഴുതാം, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻസ് എഴുതാം. റിലേറ്റഡ് ടു നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ എളുപ്പം, എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈപ്പോവോളീമിയ എഴുതിക്കൂടെ, ബ്ലീഡിങ് സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് കാരണം. പിന്നെ ബ്ലീഡിങ്ങിൻ്റെ പഠിച്ചിട്ടുള്ള ബ്ലീഡിങ് ഡിസോർഡേഴ്സിൻ്റെ ക്ലാസ്സസ് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് നഴ്സിംഗ് ഡയഗ്നോസിസ് നോക്കി എഴുതാം. ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിൻലി പഠിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.